ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നല്ലേ കാഴ്ചക്കാരാ ഇലോക്കക്കാര്. എന്റെ പൊന്നു കേട്ടാ, നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഏതോ പലിശക്കാരോ ഗുണ്ടകളോ എന്നെ തല്ലായിട്ട് ഓടിക്കുന്നതാണ്. എന്നാ അല്ല, അതിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളെ എന്നെ തല്ല ഓടിക്കുന്നേ. ആരാന്നറിയോ? എന്റെ ഭാര്യ. കാരണം ഒന്നും എനിക്കറിയത്തില്ല. ദൈവത്തെ ഓർത്ത് അടി കൊണ്ട് മടുത്ത് അവൾ ഇവിടെ വരുവാണെങ്കിൽ എന്നെ കണ്ടിട്ടില്ലെന്നേ പറയാവുള്ളേ. എൻ്റെ അമ്മേ, ഒളിച്ചിരിക്കാൻ വകുപ്പില്ലല്ലോ. തല്ലുകൊള്ളാൻ വയ്യേ. അവനെന്ന് കൊല്ലൂലോ ഞാനിന്ന്. ഇന്ന് അവന്റെ 16. എന്റെ കെട്ടിയോൻ ഇവിടെ എങ്ങാനും വന്നോ? എന്റെ കെട്ടിയോൻ വന്നോ? അയാള് വരത്തില്ല. അയാള് വരാനാ. പിടിക്കുമ്പോ അങ്ങനെ വഴുതി അങ്ങ് പോവും അയാള്. എന്നെ കൊണ്ട് മടുത്ത്. എനിക്ക് മടുത്ത്. 24 മണിക്കൂറും കൂടിയാ ബിജോട്ടാ, കൂടിയാ. ഞാനൊരു ദിവസം അയാളുടെ അടുത്ത് പറഞ്ഞു, എന്തിനാ അങ്ങനെ കുടിക്കുന്നേ? സമൂഹത്തിന്റെ മുമ്പിൽ നാണക്കേടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറയാ, ശരിയാ മോളെ, അത് നാണക്കേടാ. ഇപ്പഴാ നീ എന്റെ ഭാര്യയായതെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങേര് നന്നായി. ഇല്ല, ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഇത്ര പോകുന്ന കുപ്പി എടുത്തോണ്ട് വീട്ടിലിരുന്ന് കുടിക്കുക ബിജോട്ടാ. ഞാൻ എന്താ നിങ്ങൾ കാണിക്കുന്ന ചോദിച്ചപ്പോ പറയണേ, സമൂഹത്തിന്റെ മുമ്പിലല്ലേ നാണക്കേടുള്ളൂ, വീട്ടിനകത്തിരുന്ന് കുടിക്കാലോന്ന്. സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? 2 ബെഡ്റൂം, 1 അടുക്കള, 1 പൂജാമുറി ആണേ. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. 2 ബെഡ്റൂം, 1 അടുക്കള, 1 മിനി ബാറ്. ഇതൊക്കെ ഞാൻ സഹിക്കുക ചേട്ടാ, സഹിക്കുക. എന്നാ പിന്നെ ഈ പുല്ലന് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആ കുപ്പിയെടുത്ത് പുറത്ത് കളഞ്ഞൂടെ? അങ്ങേര് കളയത്തില്ല. അത് മുഴുവൻ ഓരോന്ന് ശേഖരിച്ച് വെക്കും. എന്നിട്ട് അത് 100 കുപ്പിയാകുമ്പോൾ അതിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഓരോ തുള്ളി പകർത്തും. എന്നിട്ട് അതെടുത്ത് കുടിക്കും. അങ്ങനെ അൾട്ടിമേറ്റ് കുടിയനാണ് അങ്ങേര്. മക്കണു ബിജു കുട്ടേട്ടാ, എനിക്ക് മക്കണു മടുത്ത്. എനിക്ക് മടുത്ത്. അങ്ങേരെ കൂടെ നിന്നിട്ട് എനിക്കിപ്പോ നാക്ക് തിരിയാതായി. അതെല്ലാം പോട്ടെ, കൂട്ടി ഞാൻ സഹിച്ച്. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നേ. അപ്പൊ പിന്നെ ഇത് വേറെ ആരുടെടുത്തെങ്കിലും പോയിട്ട് പരാതി പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങേരെ ചുറ്റിക്കളി. അത് നമുക്ക് സ്ത്രീകൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള നെട്ടോട്ടാണ് ഈ കാണുന്നത്. അങ്ങേരെ ചുറ്റിക്കളി ഞാൻ പിടിച്ച്. അതാണ് ഇപ്പൊ ഈ നെട്ടോട്ട് ഓടുന്നത്. ഇത് ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പിടിക്കും മോനെ, പിടിക്കും. കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കരക്കോ കൂവാതെ ദാണ്ട പൂവൻകോഴി. 2 പെട തരാം. തമ്പി കീഴറങ്ക്. കീഴറങ്കിനാ മുത്തം കൊടുക്കറേ. കുട്ടിയോനോട് പറഞ്ഞതാ. ചാടിയങ്ങ് എഴുന്നേക്കുവാണല്ലോ. താഴെ മുത്തം തറേ. നാളായേ ഇതൊക്കെ പരസ്യമായിട്ട് വന്നു തന്നോ. ഒരുപാട് തെണ്ടിത്തരം കാണിക്കരുത്. എന്തോ താനിറങ്ങി വന്നാ മുത്തം തരാന്ന് നീയല്ലേ പറഞ്ഞത്? അതെ, പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. മുത്തം തരാന്നല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ തരാന്നോ. നിനക്കെന്നെ തല്ലാനല്ലേ? ഞാൻ തല്ലത്തില്ല. ഒറ്റയടിക്ക് കൊല്ലത്തേ ഉള്ളൂ. 2 വർഷമായി ഞാൻ തന്നെ നിരീക്ഷിക്കുന്നു. താൻ എവിടൊക്കെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, എപ്പൊക്കെ തിരിച്ചു വരുന്നു എന്ന് തെളിവ് സഹിതം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ദൃശ്യം 4 എടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷേ ചിലപ്പോ ഞാൻ ജോർജ് കുട്ടിയായി എന്ന് വരും. തന്നെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും. താനിത് കണ്ടോ? അയ്യേ, അതല്ല. താൻ ഈ തെളിവ് വിഷു കൈ നീട്ടല്ല, തന്നെ കൈ നീട്ടിയൊന്നും അങ്ങ് തന്നാലുണ്ടല്ലോ. എടോ, തനിക്കെതിരെയുള്ള തെളിവുകളാണോ ഇത് മുഴുവൻ? ഇതാ ഒന്ന് കാണിച്ചേ. കാണിക്കാം. നില്ലേ. തന്റെ SSLC ബുക്കില് ഓട്ടോഗ്രാഫില് 2 മയിൽപ്പീലിയും കൂടെ കെട്ടിപ്പിടിച്ച് പിണഞ്ഞു കിടക്കുന്നു. ഭൂമി ഉരുണ്ടതാണെങ്കിൽ വീണ്ടും കാണാം മോളേന്ന്. ആരാ വിനോദ് വിത്ത് സുധ? അതാരാ? അതെനിക്ക് ഇപ്പൊ അറിയണം. ഇതാണോ ഇത്ര വലിയ കാര്യമായിട്ട് നീ പറഞ്ഞത്? എന്റെ പൊന്നെ, അത് വേറൊന്നുമല്ല. മയിൽപ്പീലി പ്രസവിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിൽ ഞാൻ കയറ്റി വെച്ചതാ. കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി. ഭാര്യ പ്രസവിച്ചോന്ന് അറിയാൻ
ക്യൂരിയോസിറ്റി ഇല്ല. മയിൽപ്പീലി പെറ്റോന്ന് അറിയാനാ ക്യൂരിയോസിറ്റി. അല്ലേടോ? അല്ലേടോ? തനിക്കെതിരെ ഇനി തെളിവുണ്ടോ? ഇതെന്തുവാ? ഇത് കണ്ടറിഞ്ഞൂടെ സിനിമാറ്റിക്? അതെനിക്ക് മനസ്സിലായി. ഇതെന്താ 2 എണ്ണം ബുക്ക് ചെയ്തേക്കുന്നേ? ഒരു സീറ്റല്ലേ ഒരാൾക്ക് ബുക്ക് ചെയ്യണ്ട. എന്നാ 2 എണ്ണം ബുക്ക് ചെയ്തേക്കുന്ന? എനിക്ക് ഇപ്പൊ അമ്പടാ മോനെ, പറ പറ പറ. ഇത് വെറുതെ ഇട്ട് തല്ലുവാ. കണ്ണാടി വെച്ച ചേച്ചി ഞാൻ എന്ത് പറയും? ഞാൻ സമയം തരാം. നിനക്ക് എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം. എന്തുവാ? ഞാൻ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ 2 ടിക്കറ്റ് എടുക്കും. ഇന്റർവെല് വരെ ഒരു സീറ്റില്, വേറെ സീറ്റില്. ഒരു പ്രത്യേക തരം ജീവിതം അല്ലയോ? എന്നാലും വേറെ ആരുടെയോ പെണ്ണും പിള്ളയെ കൊണ്ട് പോയതാണ് സിനിമയ്ക്ക് എന്ന് പറയരുതടോ. പറയരുത്. 8 കൊല്ലായില്ലടോ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്നേ വരെ റൊമാൻസ് ആയിട്ട് താൻ എന്റെ വിരലൊന്ന് തൊട്ടിട്ടുണ്ടോടോ? തനിക്ക് റൊമാൻസ് എന്താന്ന് അറിയോടോ? എനിക്ക് അറിയാവോ എനിക്ക് റൊമാൻസ് എന്താണെന്ന്? എവള് പറഞ്ഞാലും കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഞാനങ്ങനെ റൊമാൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞാനൊന്ന് കൂളാക്കിയിട്ട് വരാം. നാട്ടുകാര് കേക്കൂടോ? കണ്ടോ, ഇതാണ് ഇവളുടെ കുഴപ്പം. ഞാനൊന്ന് റൊമാൻസ് ആയിട്ട് അവളോട് ചെന്ന് കഴിഞ്ഞാൽ അവള് പറയും, അയ്യോ നാണമില്ലാത്ത മനുഷ്യ, നാട്ടുകാർ കാണുമെന്ന്. ഞാനൊന്ന് വഴക്കിട്ടേ 2 പഞ്ചായത്ത് അപ്പുറമുള്ള പെണ്ണുങ്ങൾ കേൾക്കുന്ന രീതിയിൽ ഇവള് തൊള്ളയെടുക്കും. ഇത് നമ്മൾ ഇത്ര നേരം കണ്ട അവാർഡ് സിനിമയായിരുന്നു. ഇവിടെ ബഹളമില്ല, വഴക്കില്ല, ഒന്നുമില്ല. എന്റെ പൊന്നു ബിജുകുട്ടേട്ടാ, നിങ്ങൾ കേൾക്കണം. അത്തച്ചമയത്ത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം എന്നെ കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞു, വാടി നമുക്ക് ആകാശവും ഞാൻ ലാടാന്നും പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോയി. നിങ്ങൾ കേറിയപ്പോ ഇത് സ്റ്റക്കായി പോയി എന്റെ ബിജുകുട്ടേട്ടാ. ഞാനും ഇങ്ങനെ ഒറ്റയ്ക്ക്. അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ നോക്കുമ്പോ ഇങ്ങനെ കാണുന്നില്ല. നോക്കുമ്പോ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ പോലെ കമ്പിയിൽ എഴഞ്ഞിങ്ങനെ പോയി. അപ്പുറത്തെ സീറ്റിലെ പെണ്ണിനോട് പറയാ, കുഴപ്പമില്ല ചേച്ചി, ഇപ്പൊ ശരിയാവും. ഞാൻ വിളിച്ചിട്ട് ഞാൻ നോക്കിയില്ലെങ്കിൽ അപ്പൊ ഇയാൾ ഉമ്മ കൊടുത്തേനെ. എനിക്കറിയാം, അത്രമാത്രം കോഴിയാ. ഞാൻ ഉമ്മ കൊടുക്കത്തൊന്നുമില്ലായിരുന്നു. ഒതുങ്ങ് ഒരു പൊടി കൂടെ ഇപ്പൊ സെറ്റായി പറഞ്ഞു. പൊന്നു മാലിനി, എടി ഞാൻ മടുത്തടി, സത്യടി ഞാൻ മടുത്ത്. രാവിലെ തുടങ്ങിയ വഴക്കല്ലേ, ഇതിനൊരു അവസാനം വേണ്ടേ? പോട്ടെ, കരയണ്ട. ഞാൻ ചായ എടുക്കാൻ വേണ്ടി എടുത്തായിരുന്നു. അതിനല്ല ഞാൻ രാവിലെ വിളിച്ചത്. ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ അങ്ങ് ഓടി അങ്ങ് പോയി. നീ വിളിക്കുന്നത് വളർത്താനാണോ ദൈവത്തിന് പോലും പറയാൻ പറ്റത്തില്ല. അതല്ലേ ചേട്ടൻ ഓടിയത്? ഇതാണോ ചേട്ടന്റെ ചായ? അതാ ചായ. കുടിക്ക്. വേണ്ട, ചേട്ടൻ കുടിക്ക്. ആ എന്താടി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നീ കുടിച്ചതിന്റെ ബാലൻസ് പാലല്ലേ ഞാൻ കുടിച്ചത്? കുടിക്ക് കുടിക്ക്. ഇനി ഇങ്ങോട്ട് അപ്പൊ വിഷയില്ലെന്ന് ഉറപ്പായി. തന്റെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തടോ. തന്റെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്ത്. ഇതുപോലെ വാക്കിന് വിലയില്ലാത്ത ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഗുരുവായൂരപ്പോ. വാക്കിന് വിലയില്ലാത്ത ഞാൻ പറഞ്ഞുതരാം. എന്റെ ചേട്ടാ, ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞപ്പോ ഇങ്ങേരുടെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച്. എന്നിട്ട് പറഞ്ഞു, വാ മോളെ ഷാർജ ഷേക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഉണ്ടാക്കി തന്നിട്ട് നീ കുടിച്ചില്ലേ? എന്നിട്ട് എന്തോ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്? 1-2 സാധനം കുറവുണ്ടായിരുന്നു. എന്തോ സാധനം? പാല്, പഞ്ചസാര, പച്ചുള്ള എന്റെ വീട്ടിലെ കിണറ്റിലുണ്ട്. വീട്ടിലെ കിണറ്റിലുണ്ട്. അങ്ങനെ എന്റെ അമ്മനെ കുറ്റം പറഞ്ഞാൽ നിന്റെ അമ്മനെ ഞാൻ കുറ്റം പറയാം. എന്റെ അമ്മയ്ക്ക് ഒരു കുറ്റമില്ല. ഞാൻ പറഞ്ഞുതരാം. വയ്യാതെ
ഇവിടെ കടന്ന് ഇവളുടെ അച്ഛന് ഒരു പാരസെറ്റാമോൾ ഗുളിക മേടിക്കാൻ കാശില്ലാത്ത ഇവളുടെ അമ്മ അപ്പുറത്തെ വീട്ടിലെ വൈറ്റ് വാഷ് അടിച്ച പിറ്റേന്ന് റൗണ്ടിന് കണ്ടിച്ചെടുത്ത് നടുക്കൊരു വരയിട്ട് അത് ഇവളുടെ അച്ഛന്റെ അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത ടീമാണ് ഇവള്. ഇവളെന്നെ കളിയാക്കുന്നത്. എന്നെ കളിയാക്കുന്നത് എന്റെ കുടുംബത്തെ പറഞ്ഞ കവാളം പളക്കടിക്കും. നീയോ? ഓഹോ, അങ്ങനെ. നീ ഓടും, നീ ഉറങ്ങും, നീ ചാടും, നീ ഇവിടെ കിടന്ന് നീ മറിയും. നിന്നെ മറിക്കാനുള്ള വിദ്യ എന്റെ ഉണ്ടടാ. ഞാൻ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നീ കേസ് ഉണ്ട്. വേറെ എന്താ നിന്റെ തെളിവുള്ള? തെളിവുണ്ട്, കാണിക്കാം. തനിക്ക് മയിൽപ്പീലി 2 എണ്ണം, സിനിമാ ടിക്കറ്റ് 2 എണ്ണം, മൂന്നാറില് റൂം ബുക്ക് ചെയ്തപ്പോ എന്തേ ഒറ്റ റൂം? എന്തുവാ അതെ ഒറ്റ റൂം? എന്നാ കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പറ്റും യു ട്രൈ. ഇവിടെ ഇരുന്ന് പറ. എന്തോ മൂന്നാർ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഒരുപോലല്ലേ? അതെ. റിസോർട്ട് നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എല്ലാ റിസോർട്ട് ഒരുപോലല്ലേ? അതെ. പോരാത്തന്നെ സീസണും ഒറ്റ റൂമേ തരുവുള്ളൂ പറഞ്ഞു. ആണോ? അതുകൊണ്ടാണോ കാലമാടാ? തനിക്കുള്ളത് തരാടോ. തരാ ഞാൻ. തന്റെ റൂം എടുപ്പും തന്റെ മൂന്നാറി ഞാനിന്ന് തീർത്തരാടോ. എന്റെ അമ്മാവന്റെ മോൻ ഞാൻ വിളിച്ചിട്ടുണ്ട്. തന്നെ നിലയ്ക്ക് നിർത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ഒരുപാട് അമ്മാവന്മാരുണ്ടല്ലോ, അതിൽ ഏതമ്മാവനാ? എന്റെ നേരമ്മാവൻ. ബാക്കി എല്ലാരും വളഞ്ഞിരിക്കുവാണ്. എന്നെ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന ചെറുക്കൻ അങ്ങേര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 18 കളരിക്ക് ആശാൻ, നാട്ടുകാരുടെ കണ്ണിലുണ്ണി, ഒറ്റ വെട്ടിന് 2 തുണ്ട്. നാട്ടുകാർ അവന്റെ പേര് കേട്ടാ കിടുകിടാ വിറയ്ക്കും. ഒന്ന് പറയോ, ഞാൻ ഓഡിയൻസ് വെട്ടാൻ കാത്തിരിക്കുവാ. ബലഹീനൻ. അത് പോയി അവിടെ കൊണ്ട് ആ കണ്ടൻ അങ്ങ് പോയി. മനുഷ്യകുലത്തിൽപ്പെട്ട ആർക്കെങ്കിലും ബലഹീനെന്ന് അതെന്നാന്നറിയാവോ? ഈ 9-ാം മാസമാണ് പുറത്തിറങ്ങിയത്. എവിടുന്ന്? ജയിലിൽ നിന്നോ? അയ്യോ, ജയിലിൽ നിന്നല്ല. ഈ അമ്മായി ഗർഭിണിയായിരിക്കുമ്പോഴേ 5-ാം മാസത്തിൽ തന്നെ പുള്ളി ചാടി വന്നു. ഇതാണ് ഇവരുടെ കുടുംബത്തിന്റെ കുഴപ്പം. എടുത്തിയാട്ടം വേണ്ടില്ലേ? എടുത്തിയാട്ടം ഇപ്പൊ തന്നെ വേണ്ടില്ല. എന്നെ ഏതോ പെണ്ണിന്റെ കൂടെ കണ്ടെന്നോ ഇരുന്നൊക്കെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞോളൂ, അവളവിടെ നിൽക്കുവാന്നല്ലേ? അവളെവിടെ നിൽക്കുമോ എന്തോ പറഞ്ഞല്ലോ. അയ്യോ, ബലഹീനൻ ചേട്ടന്റെ ശബ്ദം. ഞാനും ഓർത്ത് ഏതോ പാണ്ടിലോറി ബ്രേക്ക് ഇല്ലാതെ വരുന്നുണ്ടല്ലോ. മാലിനിയെ, നിന്റെ ആഗ്രഹം പോലെ തന്നെ താണ്ട നിന്റെ മുറച്ചെറുക്ക മുറുക്കം കടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇത് മുറുക്കല്ല, ഇതെന്താ മീശയാണോ? പിടിച്ചോ, താഴെ പോകാൻ നോക്കാം. പിന്നെ നിന്റെ മീശയ്ക്ക് ഒരു ഫിഗർ ചെയ്യാം. കൊതുക് തിരിയുടെ എനിക്കിത് സഹിക്കാൻ വയ്യ. ബലഹീനൻ ചേട്ടാ. ഹായ് ഐസുമണ്ടി. ഐസുമണ്ടി അല്ലത്. കഴിഞ്ഞ മാസം എന്റെ കൈ ഒടിഞ്ഞപ്പോ അതിനകത്ത് സ്റ്റീൽ കമ്പി ഇട്ടേക്കോ. അതിനകത്താ നീ വേണ്ടത്. അയ്യോ, എന്നോട് ക്ഷമിക്കണേ ബലഹീനൻ ചേട്ടാ. എനിക്കിവിടെ ഒരു സമാധാനവും ഇല്ല. നിന്റെ വിളി വന്നപ്പോഴേ എന്റെ മനസ്സിലൊരു ബെല്ലാരി രാജ. ബെല്ലാരി രാജയോ? ബെല്ലാരി രാജ അല്ല, ഒരു വല്ലായ്മ പോലെ. അല്ല, എന്തോ വരിക്കച്ചക്ക എന്നെ. വരിക്കച്ചക്കയോ? ഓ പിന്നെ വരിക്കച്ചക്ക. വരിക്കച്ചക്ക അല്ല, എന്നെ എന്തിനാ വിളിപ്പിച്ചെന്ന്? ഓ, എന്തിനാ വരുത്തിച്ചെന്ന്? വിനോദ എന്തോടാ? അവളോട് ചോദിക്ക്. മാലിനി അങ്ങേരോട് ചോദിക്ക്. വിനോദ അവളോട് ചോദിക്ക്. അങ്ങേരോട് ചോദിക്ക്. അവളോട് ചോദിക്കടാ. അങ്ങേരോട് ചോദിക്ക്. അവളോട് ചോദിക്കടാ. അങ്ങേരോട് ചോദിക്ക്. അവളോട് ചോദിക്കടാ. അങ്ങേരോട് ചോദിക്ക്. ഞാൻ എന്നോട് ചോദിക്കുക.
എന്തിനാ ഇങ്ങോട്ടും? അയ്യോ ബലഹീനൻ ചേട്ടന് കാര്യമൊന്നും അറിയില്ലല്ലോ. ആഹാ അപ്പഴ നിന്റെയൊക്കെ വായിക്കാൻ നാക്കൊണ്ടില്ലയോ? ആഹാ എന്നുവെച്ചാ അത് പിന്നെ ഞാൻ ബില്ല് ചെയ്തോളാം. കണ്ടന്റ് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ദേ ഈ കലണ്ടറാണ് കണ്ടന്റ്. ഇതാണോ കണ്ടന്റ്? ഇത് കലണ്ടർ അല്ലയോ? അയ്യോ അത് മനസ്സിലായി. ഈ കലണ്ടറിനകത്താണ് കണ്ടന്റ് ഇരിക്കുന്നത്. ഇതെന്തോ മൊത്തം നീ ചോമ്പിച്ചിട്ടേക്കുന്നത്? മൊത്തം നിനക്ക് അവധി ദിവസം? അയ്യോ ഇത് അവധി ദിവസം ആയതുകൊണ്ടല്ല. ഇങ്ങേരുടെ ഓരോ അവിഹിതം ഞാൻ പിടിക്കുമ്പോഴും കലണ്ടറിൽ ചോപ്പ് മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ മാർക്ക് ചെയ്ത് മെയ് മാസം നിറഞ്ഞ്. ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ. ആ ഇത് മെയ് മാസത്തെ കണക്കാ. ജൂൺ മാസം വരാനിരിക്കുന്നതേ ഉള്ളൂ. കൊണ്ട് അല്ല എടാ എന്റെ പെങ്കത്തിനാണോ നീ വല്ലോ പറഞ്ഞോണ്ടല്ലേ എന്റെ സ്വഭാവം മാറും. ഇത് മൊത്തം ഞാൻ ചവിട്ടിയാണ്. എനിക്ക് ആകപ്പാടെ കലിയായിരിക്കും. നിന്നെ ഉണ്ടല്ലേ ബലഹീന അകത്ത് ചായ ഇരിപ്പുണ്ട്, പോയി കുടി. അങ്ങനെ മര്യാദക്ക് പറ. അല്ല കടിയില്ലയോ? അതില്ലേ നീ ഈ പരിപാടി ഒന്നും കാണിക്കത്തില്ലല്ലോ ഇവിടെ. പിന്നെ ഉണ്ടല്ലേ ചൂണ്ടാകാനാ നിർത്തും. എന്റെ കുഞ്ഞിനെല്ലാം പറഞ്ഞ മനസ്സിലായോ? അല്ലേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ചൂണ്ടുവരലൊക്കെ നിർത്താൻ പറ്റുമോ? കൊള്ളാമോന്നാ എന്തൊരു ചോദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനും എന്റെ ഭാര്യയായിട്ടൊരു ഉടക്കുണ്ടായപ്പോ നാട്ടെ ചൂണ്ടാവരലെ അങ്ങ് നിർത്തി. പിന്നെ അനങ്ങിയില്ലല്ലോ. ഭാര്യയോ? ഞാൻ അല്ല ബലഹീനൻ ചേട്ടന്റെ ഭാര്യ അത് അങ്ങനെയൊക്കെ ഉണ്ട്. അത് പിന്നെ പറഞ്ഞു തരും. ചേട്ടന് ഭാര്യയെ പേടിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പുള്ളിക്ക് ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയും നിർത്തി പുള്ളിനൊന്ന് നേരെയാക്കി എടുക്കണം. അതിനാ കൊണ്ടുവന്നേ. ഒരു കാര്യം ചെയ്യും, പുള്ളിയോട് പോയി ചോദിക്കേ എത്ര ചുറ്റിക്കളി ഉണ്ട് മൊത്തത്തിൽ എന്ന് ചോദിക്കേ. ചെല്ലി വിനോദേ, ഓ എത്ര ചുറ്റിപ്പിരിവുണ്ട്? അവൻ ജീവിക്കാൻ പഠിച്ചവനാ. എടി അവന് 4 ചുറ്റിപ്പിരിവുണ്ടെന്ന്. ജീവിച്ചൂടെ? കെട്ടിപ്പിടിയാന്നോ? ഇന്നെന്തോ വെട്ടുകളിയാന്നോ? എന്റെ ദൈവമേ, നറുക്കിട്ടാ പോലും ഒരു നല്ലെണ്ണത്തിന് എന്റെ കുടുംബത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്തെങ്കിലും പറയണമെങ്കിൽ നീ തറപ്പിച്ചാറാണ്. ഒന്നീ വെട്ടുക്കളി, ഇല്ലെങ്കിൽ കുച്ചിപ്പൊടി, ഇല്ലെങ്കിൽ എന്താ പറയാ ചുറ്റിപ്പിരി. ഈ കുച്ചിപ്പൊടി എവിടുന്ന് വന്നടോ? കാട്ടുകളി. അതിപ്പോ ഞാൻ കയ്യിൽ ഇട്ടതാ. ഒറ്റ അനക്കങ്ങ് തന്നല്ലോ. എടോ ചുറ്റിക്കളി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഉറപ്പിച്ച് പറയുന്നെങ്കിൽ പറഞ്ഞേക്കണം. നീ ഒന്നോടൊന്ന് പറ. സൗകര്യല്ല പറയാൻ. എന്നാ ഞാൻ അവനോട് ചോദിക്കാം. എടാ വിനോദേ, എനിക്കൊരു സംശയം. എടാ ചുറ്റിക്കളിയാന്നോ വെട്ടിക്കളിയാന്നോ ചുറ്റിപ്പിരിവാന്നോ? ഇതൊന്നുമല്ല, ചെത്തിച്ചെടി. എടി ഈ പറഞ്ഞ സാധനം ഈ ലിസ്റ്റിനകത്തില്ലല്ലോ. ചെത്തിച്ചെടി. എന്റെ ദൈവമേ, തെക്കോട്ടെടുക്കാനായിട്ട് തനിക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടോടോ? എടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 250 ഗ്രാം ബുദ്ധി കൊണ്ടാ ഞാൻ ഈ 19 വർഷം ഇവിടെ അറിയാമോ? ആ എല്ലാ കാര്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇങ്ങോട്ട് വാ. അത് വിട്. അങ്ങനെ ചുറ്റിക്കളി ഞാൻ എങ്ങനെയും പിടിച്ചോളാം. അത് വിട്. പുള്ളി ഭയങ്കര മദ്യപാനാ. ഇടയ്ക്കിടയ്ക്ക് മദ്യം അടിക്കും. അതെന്തിനാന്ന് പോയി ചോദിക്കും. ചെല്ല്. ചോദിച്ചാ തരൂ? തനിക്ക് ഞാൻ പൂച്ചാ മേടിച്ച് തരാടോ. അയാളുടെ മദ്യപാനം നിർത്താനല്ലയോ വന്നത്. ഒരു കാര്യം ചെയ്യും, എത്ര പറഞ്ഞാലും പുള്ളി കേക്കത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തോ, കയ്യും കാലും ഒടിച്ചിട്ടോ. കൊല്ലണ്ട, ചോര വരണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഞാൻ അടിക്കുമ്പോ ചോര വരും. ഇയാൾക്കെന്തോ അത്ര വാശി ചോര വരണോന്ന്? തന്നോട് പറഞ്ഞത് കേട്ടാ മതി. എങ്ങനെയെങ്കിലും ഒന്ന് അനുനയിപ്പിച്ച് മദ്യപാനത്തുനിന്ന് എങ്ങനെയും ഒന്ന് മുക്തി കിട്ടിയാ മതി എനിക്ക്. ഒരു പൊടി ചോരയെങ്കിലും ഞാൻ എന്നാ പോക്കീസ് കാണിക്കും. ബഹളം വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് വെറുതെ നാറ്റിക്കരുത്. അത് ഒന്ന് ഡീൽ ചെയ്തേക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ പല സംഭവങ്ങളും ഇവിടെ നടക്കും. ഒരു കാരണവശാലും നീ പുറത്തിറങ്ങി വരുത്. അകത്ത് കയറി കുത്തി കിട്ടണം. കേറിപ്പോത്തോ? അല്ല, കേറിപ്പോകത്ത്. അങ്ങനെ വിനോദേ, നീ മദ്യം തരാലോ. ചെയ്ത് വെച്ചിരിക്കാം. എനിക്കൊരു കമ്പനി കിട്ടാതെ ഞാൻ എന്തോരം വിഷമിച്ചിരിക്കണമെന്ന് അറിയാവോ? എന്റെ പൊന്നെ, ഈ അവധി ദിവസമായിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിലേ നാണ്ടേ കുടിച്ചാട്ടെ. നീ എന്തോലും സ്നേഹമുള്ളവനാട്ടോ. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞ എന്നാ, ഭാവി തലമുറയെ നശിപ്പിക്കരുത്. ഇത് അവർക്ക് പകർന്നു കൊടുക്കരുത്. ഒരു മിനിറ്റ് ഒന്ന് നോട്ട് ചെയ്തോട്ടെ. എവിടെയെങ്കിലും അടിക്കാൻ പറ്റിയാലോ? ഭാവി തലമുറയില് പകർന്നു കൊടുക്കരുത്. എനിക്ക് പകരണം. രണ്ടാമത്തെ കാര്യം, മദ്യം നീ കുടിക്കരുത്. പറഞ്ഞ മനസ്സിലായി. ഇത് കുടിച്ചിട്ട് ഇത് ദോഷമാണെന്നും ആണോ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്നതാ? ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇതേപോലെ കമ്പനി കൂടുമ്പോ എന്നെ വിളിച്ചോണം.
പറഞ്ഞോട്ടോ. കുടിക്കണോ അത് കുടിക്കണോ? ഞാൻ പറയട്ടെ, കാര്യങ്ങൾ പറയട്ടെ. ആ. ഈ മദ്യം എന്ന് പറയുന്നത് എന്തോന്നിയോ? ഇല്ല. സാത്താന്റെ മൂത്രമാടാ. അത് നല്ലൊരു സാധനം. ആ, എന്നിട്ട് ഞാനും കൂടെ ഒരെണ്ണം അടിക്കണോ? നീ അടിക്കേ വേണ്ട. അതിനാ? നീ തുടരുത്. ആ നിനക്ക് കമ്പനി തരാൻ ഞാൻ. അപ്പൊ നീ അടിച്ചതുപോലെ കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ നിന്നോട് സ്നേഹം ഉണ്ടായോണ്ട് ഞാൻ പറയുക, എന്നെ ഈ അകത്ത് കയറി പോയോണ്ടല്ലേ ആ ആരാ മാലിന്യം. ആ. ഇവള് മഹാമാലിന്യമാടാ. പിന്നെ എനിക്കറിഞ്ഞൂടെ അതിനാ? കാര്യം എന്താന്ന് വെച്ചാൽ ഇവള് എന്റെ പുറകെ കുറെ നാളെ നടന്നു. ഞാൻ ആറേക്കാ മോൻ പോലും. ഞാൻ ആരാ മോൻ? ഞാൻ വളഞ്ഞു കൊടുത്തില്ല. ഇല്ലല്ല. അത് മാത്രമാണോ ഇവക്കടെ അമ്മയുണ്ടല്ലേ, അമ്മ അറിയാമോ? ദൈവമേ, ഈ കുടുംബക്കാരുടെ കാര്യം പറയേ വേണ്ടടാ. അതിനാ? ഇവരൊരു ദിവസം വോട്ടിടാൻ ചെന്നു. ആ. വോട്ടിടാൻ ചെന്നപ്പോ ഉണ്ടല്ലേ, അവിടെ ഈ മഷി പുരട്ടി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അവര് പറയുവാന്നല്ലേ, ഈ 5 വിരലൂടെ അങ്ങ് ഇട്ടേക്കാൻ. അതെന്തിനാ? ടൂട്ടസിന് വില കൂടുതലാ സാറേ. ഇതാകുമ്പോ 30 ദിവസം കിടക്കും, മറ്റേതാകുമ്പോ പെട്ടെന്ന് പോകുന്നു. അതുകൊണ്ട് ഞാൻ പറയാ, ഇതിനെ ഒരു കാരണവശാലും നീ അടുപ്പിക്കരുത്. നിന്റെ കുടുംബം കുളം തോണ്ടും. അത് മാത്രമല്ല, നീ പെട്ട് പറഞ്ഞ മനസ്സിലാ. ഒരു കാര്യം ചെയ്യ്, ഒരെണ്ണോട് വഴി. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞെന്ന് നീ അവളോടും. ബലഹീനട്ടാ എന്തോ ചെയ്യുന്നേ? ഞാൻ നിങ്ങളോട് പുള്ളിയുടെ മദ്യപാനം നിർത്താനല്ലേ പറഞ്ഞത്? ആണ്. പിന്നെന്തുവായിരുന്നു കാണിക്കുന്നേ? എടി, നിന്റെ വീട്ടിൽ കയറി വന്നിട്ട് നീ ഒരു ഗ്ലാസ് കടിഞ്ചായെങ്കിലും എനിക്ക് കിട്ടുവന്നോ? വന്നോടി. ഇല്ല. അവനാണെങ്കിൽ ഉണ്ടല്ലോ എന്നോട് സ്നേഹമുള്ളവനാ. അവൻ ഈ അവധി ദിവസം പോയി ഇത്രയും നല്ലൊരു ബ്രാൻഡ് സാധനം മേടിച്ച് എനിക്ക് കൊണ്ട് തന്നെങ്കിൽ അവൻ എന്നോട് സ്നേഹമില്ലേ? അവൻ എന്റെ മുത്ത് ചക്കനാണെങ്കിൽ കോർത്ത് കഴുത്തിലിട്ട് നടക്കണോ? ഇറങ്ങണോ എന്റെ കുടുംബത്തിൽ നിന്ന്? എടോ, എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ. എന്റെ ദൈവമേ, എന്റെ കെട്ടിയോനെ നേരെയാക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നോ. നീ കളിക്കരുത്. ഇറങ്ങണോ? ഇറങ്ങി പോടോ. എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോടോ. ഇറങ്ങണോ എന്റെ കുടുംബത്തിൽ നിന്ന്? വിനോദേട്ടാ, ഞാൻ എന്തോ ചെയ്യോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തുവാ? വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. വണ്ടിക്കൂലിക്ക് പൈസ വേണോ? നോട്ടില്ല, ചില്ലറ മതിയോ? മതി. എന്റെ കുടുംബത്തിൽ ഇറക്കി പോടോ. വിനോദേട്ടാ, ഞാൻ എന്തോ ചെയ്യോന്ന് പറ. മിണ്ടിപ്പോര്. എടി, ഒരു ഭാര്യയും ഭർത്താവ് പോകുമ്പോ ആ വിഷയം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് തീരണം. അത് ഈ മൂന്നാമത്തെ ഒരുത്തിനെ വിളിച്ചു വരുത്തുമ്പോഴാണ് ഇതുപോലൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം. മനസ്സിലായോ? പറഞ്ഞു തീർത്താ മതി. അത് ഞാൻ പിന്നെ ബില്ല് ചെയ്യോ? ഇനിയിപ്പോ എപ്പോ ക്ലൈമാക്സ് ആയി? എന്തോ ചെയ്യാനാണ്?